നമ്മൾ ഹൈഡ്രജനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. പാർട്ട് 1 പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിളും പാർട്ട് 2 ഐസോടോപ്സും പ്രിപ്പറേഷനും പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ റിയാക്ഷൻസുമാണ്. ഹൈഡ്രജന് റൂം ടെമ്പറേച്ചറിൽ റിലേറ്റീവ്ലി ഇനേർട്ടാണ് ഡ്യൂ ടു ഇറ്റ്സ് HH ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ആ HH ബോണ്ട് എൻതാൽപ്പി ഹൈ കാരണം റൂം ടെമ്പറേച്ചറിൽ റിലേറ്റീവ്ലി ഇനേർട്ടാണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജന് ബാക്കിയുള്ള എലമെൻസിനേറ്റോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. സോ ഹൈ ടെമ്പറേച്ചറും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസും ഉണ്ടാകുമ്പോഴാണ് ഹൈഡ്രജൻ വേറെ എലമെൻസിനേറ്റ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് റിയാക്ഷൻസ് ആണ് വരുന്നത്. റിയാക്ഷൻസിൽ ഫസ്റ്റ് റിയാക്ഷൻസ് വിത്ത് ഹാലജൻസ്. ഹാലജൻസിനേറ്റ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഫോം ചെയ്യും. അതായത് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ H2 ഗ്യാസ് പ്ലസ് X2 ഗ്യാസ് ഗീവ്സ് 2HX. ഈ X എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നത് ഹാലജൻ എലമെൻസിനെയാണ് ഹോൾ ജനറലായിട്ട് X2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹാലജനേറ്റ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് കിട്ടും. H2 ഗ്യാസ് പ്ലസ് X2 ഗ്യാസ് ഗീവ്സ് 2HX ഗ്യാസ്. ഇനി അടുത്തത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഡൈ ഓക്സിജൻ അല്ലെങ്കിൽ O2 റിയാക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വാട്ടർ മോളിക്യൂളിൻ്റെ ഫോർമേഷനാണ് നടക്കുക. അതായത് 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2H2O ലിക്വിഡ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ ഡെൽറ്റ H0 വാല്യൂ എന്ന് വരുന്നത് ഓൾമോസ്റ്റ് -285.5 kJ/mol ആണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ. അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് നൈട്രജനായിട്ടുള്ള റിയാക്ഷൻ വിത്ത് നൈട്രജൻ. അതിനെ ഹെയ്ബർ പ്രോസസ്സ് എന്ന് പറയും. അതായത് ഹൈഡ്രജൻ നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ ഫോം ചെയ്യും. ഈ മെത്തേഡിനെ ഈ ഒരു പ്രോസസ്സിനെ ഹെയ്ബർ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 3H2 ഗ്യാസ് പ്ലസ് N2 ഗ്യാസ് കണ്ടീഷൻസ് ഉണ്ട്. 673 Kelvin 200 atm അയൺ ആസ് ദ കാറ്റലിസ്റ്റ്. അമോണിയ നമുക്ക് കിട്ടും. ഇതാണ് റിയാക്ഷൻ വിത്ത് നൈട്രജൻ. അതിനെ ഓൾസോ നമ്മൾ ഹെയ്ബർ പ്രോസസ്സ് എന്നും പറയും. ഇനി അടുത്തത് മെറ്റൽസിനായിട്ടുള്ള റിയാക്ഷൻ. മെറ്റൽസിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഹൈഡ്രൈഡ്സ് കിട്ടും. ഹൈ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുക. ഇവിടെ ജനറലായിട്ട് M എന്നാണ് മെറ്റൽസിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2M പ്ലസ് H2 ഗീവ്സ് 2MH. ഇതാണ് മെറ്റൽ ഹൈഡ്രൈഡ്സ്. ഇനി മെറ്റൽ അയോൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സിനായിട്ടുള്ള റിയാക്ഷൻ. ഇവിടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ റെഡ്യൂസസ് സം മെറ്റൽ അയോൺസ് ഇൻ ദി aqueous സൊല്യൂഷൻ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് ദി മെറ്റൽസ്. ഈ മെറ്റൽസ് എന്ന് പറയുന്നത് അയണിനെക്കാട്ടും ലെസ് റിയാക്റ്റീവ് ആയിരിക്കണം. സോ ഇറ്റ് റെഡ്യൂസസ്, അതായത് ഹൈഡ്രജൻ റെഡ്യൂസസ് സം മെറ്റൽ അയോൺസ് ഇൻ ദി aqueous സൊല്യൂഷൻ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് which is less reactive than iron to the corresponding metal. അതായത് ഏത് മെറ്റൽ അയോൺ ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് മെറ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ H2 ഗ്യാസ് പ്ലസ് പല്ലേഡിയം Pd2 പ്ലസ് aqueous മെറ്റൽ അയോൺ ഇൻ aqueous സൊല്യൂഷൻ, അത് നമുക്ക് കറസ്പോണ്ടിങ് മെറ്റലിനെ തരും. Pd പല്ലേഡിയം സോളിഡ് പ്ലസ് 2H പ്ലസ് aqueous. ഇനി ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുന്നത് അത് ഇവിടെ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് YH2 പ്ലസ് MXOY സോളിഡ് ഗീവ്സ് XM. അതായത് മെറ്റൽ ഓക്സൈഡിലുള്ള മെറ്റലിനെ കറസ്പോണ്ടിങ് മെറ്റലിനെ നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ YH2O. ഇത് ജനറൽ ഇക്വേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മെറ്റൽസിനെ റെഡ്യൂസ് ചെയ്യുന്നതും ഇത് മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതുമാണ്. ഇനി അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ടിനായിട്ടുള്ള റിയാക്ഷൻ. ഈ ഹൈഡ്രജന് ഓർഗാനിക് കോമ്പൗണ്ട്സിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് യൂസ്ഫുൾ ഹൈഡ്രോജനേറ്റഡ് കമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അതിൻ്റെ കേസസ് ആണ് ഒന്ന് ഹൈഡ്രോജനേഷൻ. അതായത് വെജിറ്റബിൾ ഓയിൽസിനെ നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ നമുക്ക് എഡിബിൾ ഫാറ്റ്സ് കിട്ടും. അതായത് വനസ്പതി ഗീ മാർഗരിൻ എന്നൊക്കെ പറയുന്ന എഡിബിൾ ഫാറ്റ്സിനെ കിട്ടും ഹൈഡ്രോജനേഷൻ നടത്തിയാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി അടുത്തത് ഹൈഡ്രോ ഫോർമൈലേഷൻ ഓഫ് ഒലിഫീൻസ് എന്ന് പറയുന്നത് നമ്മളെ ആൽക്കീൻസ് തന്നെ. അപ്പോൾ ഈ ഒലിഫീൻസ് അല്ലെങ്കിൽ ആൽക്കീൻസിന് ഹൈഡ്രോ ഫോർമൈലേഷൻ നടത്തിയാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അതിന് ഫർദർ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഹാലജനേറ്റുള്ള റിയാക്ഷൻസിൽ ഹൈഡ്രജൻ ഹാലൈഡ് കിട്ടും,
ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ കിട്ടും. നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് ഹേബർ പ്രോസസ് വിച്ച് ഗീവ്സ് അമോണിയ. കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെറ്റൽസിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഹൈഡ്രൈഡ്, മെറ്റൽ അയോൺസിനും ഓക്സൈഡ്സിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിഡക്ഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതായത് അക്വസ് സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസിനെ കറസ്പോണ്ടിങ് മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസിനെയും കറസ്പോണ്ടിങ് മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇനി ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് ആണ് തരാം. ഹൈഡ്രജനേഷൻ വഴി, അതായത് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഹൈഡ്രജനേഷൻ വഴി എഡിബിൾ ഫാറ്റ്സും, ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് ഒലിഫീൻസ് അല്ലെങ്കിൽ ആൽക്കീൻസ് ആദ്യം ആൽഡിഹൈഡും, ഈ ആൽഡിഹൈഡിൻ്റെ ഫർദർ റിഡക്ഷൻ ആൽക്കഹോളും തരും. ഇനി അടുത്തത് യൂസസ്. യൂസസ് എന്ന് പറയുന്നത് മെയിൻലി സിന്തസിസ് ഓഫ് അമോണിയ തന്നെയാണ് മെയിൻ യൂസ് എന്ന് പറയുന്നത്. കാരണം ഈ അമോണിയ പിന്നീട് നൈട്രിക് ആസിഡിൻ്റെ സിന്തസിസിനും അതേപോലെ തന്നെ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ സിന്തസിസിനൊക്കെ ഈ അമോണിയ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത യൂസ് എന്ന് പറയുന്നത് എഡിബിൾ ഫാറ്റ്. നമ്മളിവിടെ റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ടിൽ പറഞ്ഞ പോലെ തന്നെ എഡിബിൾ ഫാറ്റ്, അതായത് വനസ്പതി ഗീ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ ഹൈഡ്രജന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽസ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, മെത്തനോൾ ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ, അതേപോലെ തന്നെ മെറ്റൽ ഹൈഡ്രൈഡ്സിൻ്റെ മാനുഫാക്ചറിങ്, ഇതൊക്കെ മാനുഫാക്ചറിങ് ആണ്. അതായത് എഡിബിൾ ഫാറ്റ്, HCl ആൻഡ് CH3OH, പിന്നെ മെറ്റൽ ഹൈഡ്രൈഡ്സിൻ്റെ മാനുഫാക്ചറിങ്. ഇനി മെറ്റലർജിക്കൽ പ്രോസസ്സിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹെവി മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യും ടു ദ കറസ്പോണ്ടിങ് മെറ്റൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഹെവി മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെറ്റലിൽ തരും. പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ്, അത് കട്ടിങ് ആൻഡ് വെൽഡിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ HH ബോണ്ട് എൻതാൽപ്പി. ഈ ഹൈ HH ബോണ്ട് എൻതാൽപ്പി ആണ് ഈ ഫങ്ഷനിൽ അല്ലെങ്കിൽ ഈ യൂസസിൽ ഇവിടെ ഇതാക്കുന്ന പ്രോപ്പർട്ടി. ഇനി അടുത്തത് റോക്കറ്റ് ഫ്യൂവൽ സെല്ലും ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സെല്ലിലും അതേപോലെ തന്നെ റോക്കറ്റ് ഫ്യൂവലിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ദ പൊല്യൂഷൻ വിൽ ബി മച്ച് ലെസ് കമ്പയർഡ് ടു ദി അതർ ആൻഡ് ദി റിലീസ് ഓഫ് എനർജി വിൽ ബി മോർ. അതാണ് ഹൈഡ്രജൻ്റെ യൂസസ് എന്ന് പറയുന്നത്.